മസ്കത്തിലെ KMCC പരിപാടിയിൽ നാട്ടിൽ നിന്നൊരു അതിഥി എത്തി. എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമായ കുഞ്ഞബ്ദുള്ള കാട്ടുകണ്ടി. മൈക്ക് കയ്യിലെടുത്ത അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. പഴയ ആ പ്രവാസിയുടെ വാക്കുകൾ കേട്ട് സദസ്സ് കരഞ്ഞുപോയി. എന്താണ് അതിന് കാരണം? ആ കഥയറിയാം. മെയ് 21 അന്നാണ് അത് സംഭവിക്കുന്നത്. കോഴിക്കോട് പയ്യോളി സ്വദേശി കുഞ്ഞബ്ദുള്ളയും സഹോദരന്മാരും സഞ്ചരിച്ച ജീപ്പിന് മീതെ വഴിയരികിൽ നിന്ന് തണൽ മരം കടപുഴകി വീണു. വാഹനത്തിലുണ്ടായിരുന്ന കുഞ്ഞബ്ദുള്ളക്ക് സാരമായി പരിക്ക് പറ്റി. ഒരു വടി നടുകെ ഒടിഞ്ഞതുപോലെയായിരുന്നു കുഞ്ഞബ്ദുള്ളയുടെ ശരീരം. 48 മണിക്കൂറാണ് ഡോക്ടർമാർ കുഞ്ഞബ്ദുള്ള ജീവൻ നിലനിൽക്കുമെന്ന് പ്രവചിച്ചത്. പക്ഷേ ജീവൻ നിലനിന്നു. കോഡ്രിക് പ്ലീജിക് അവസ്ഥയിൽ, അതായത് കഴുത്തിന് താഴെ നിശ്ചലമായി. വീണു പോകുമ്പോൾ ഇനിയൊന്നിനും കഴിയില്ല എന്ന് വിചാരിക്കുമ്പോൾ അവിടെ നിന്ന് ചില മനുഷ്യർ അത്ഭുതം കാണിക്കാറുണ്ട്. കൈവിരൽ പോലും ചലിപ്പിക്കാനാവാത്തിടത്തുനിന്നാണ് 5 ബുക്കുകൾ ഈ മനുഷ്യൻ എഴുതി തീർത്തത്. വായന പിന്നെയാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് വായിക്കുന്നത് മൗദൂദിയുടെ പരിഭാഷയാണ്. അത് ഉമ്മർ കോയ എന്ന് പറഞ്ഞ കൊപ്ര കച്ചവടക്കാരുടെ സുഹൃത്താണ് സമ്മാനിക്കുന്നത്. അതിലൂടെയാണ് ഖുർആനിലൂടെ ഞാൻ ഒരുപാട് വായിച്ചത്. അർത്ഥത്തോടെ വായിച്ചപ്പോൾ പടച്ചോനി ഈ പരീക്ഷണം തന്നതിൻ്റെ ഈ ശിക്ഷയല്ല, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മനസ്സിലാക്കി. ആ പരീക്ഷണത്തിന് സ്വമേധ ഏറ്റെടുത്തു. അതിന് പൂർണ്ണ പിന്തുണ പ്രിയപ്പെട്ടവർ. എൻ്റെ കൈയും കാലും ചലന സാന്ദ്രവും അതിനപ്പുറം ജീവവായുമായ പ്രിയപ്പെട്ടവർ പ്രാണൻ ഏറ്റെടുത്തു. എല്ലാ സപ്പോർട്ടും കിട്ടി. ജീവിതം വീൽചെയറിലായവർക്ക് മനക്കരുത്ത് നൽകാൻ വീൽചെയർ ഉരുട്ടി കുഞ്ഞബ്ദുള്ള എത്താത്ത ഇടമില്ല ഇന്ന്. അന്ന് പ്രവാസിയായിരുന്നെങ്കിൽ ഇന്ന് പ്രവാസ ലോകത്തെത്തുന്നത് അതിഥിയായാണ്. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പറക്കുകയാണ്. അപ്പോൾ പേനയുണ്ട്, മുമ്പിൽ പേപ്പറുണ്ട്. ഒരു ഉൾവിളി പോലെ എന്നോട് പറയും, എഴുതൂ. കുറച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെ എഴുതാനാ? എൻ്റെ വിരലുകളൊക്കെ നീ തളർത്തിയില്ലേ? വീണ്ടും ഒരു ഉൾവിളി വരികയാണ്, എഴുതൂ. അങ്ങനെ പേനെടുത്ത് തുടങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടക്കം അങ്ങനെയാണ്. പിന്നെ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എഴുതണമെന്നുള്ളൊരു ത്വര തന്നെ. പലരെ കൊണ്ട് എഴുതിച്ചു. പിന്നെയാണ് ഞാൻ ഈ സ്വന്തം എഴുതി പഠിക്കും. അന്നൊരു അക്ഷരം എഴുതാൻ ദിവസങ്ങളും മാസങ്ങളും എടുത്തു. പിന്നെ എഴുത്ത് എൻ്റെ തലച്ചോറ് പറയുന്ന പോലെ അങ്ങനെയാണ് സോഷ്യൽ മീഡിയ വരുന്നത് വരെ നിരന്തരം എഴുത്തായിരുന്നു. തന്റെ പാതിക്ക് അപകടം സംഭവിക്കുമ്പോൾ റുക്കിയക്കന്ന് 28 വയസ്സാണ് പ്രായം. കൂട്ടുകാരും കുടുംബക്കാരും എല്ലാവരും റുക്കിയോട് പറഞ്ഞത് നല്ലതുപോലെ ചിന്തിച്ചിട്ടൊരു തീരുമാനമെടുക്കാനാണ്. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ. അന്ന് റുക്കിയെടുത്ത ആ തീരുമാനമാണ് അക്ഷരങ്ങളിലൂടെ നടക്കാൻ, ലോകം കാണാൻ ആ മനുഷ്യനെ പ്രാപ്തനാക്കിയത്. ഒരു നിഴലായി, തണലായി കഴിഞ്ഞ 32 വർഷമായി ആ വീൽ ചെയർ പിടിക്കപ്പുറം റുക്കിയുണ്ട്. അല്ലാഹു അറിയൂ, എനിക്ക് എന്തായാലും എന്തെങ്കിലും അല്ല ഒരു ഗുണം വെക്കും ഏതെങ്കിലും കാലം. ഇല്ലെങ്കിലും അഥവാ ഇനിയിപ്പം നാട്ടില് കഷ്ടപ്പാടാണെങ്കിലും എനിക്ക് സ്വർഗം കിട്ടുമല്ലോ എന്നൊരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു. അല്ലാണ്ട് ഇട്ടേച്ച് പോകാൻ എനിക്ക് ആകൂലായിരുന്നു. കാരണം ഇത്രയും അവശനായ ഒരു മനുഷ്യനെ ഞാനും കൂടി ഇട്ടേച്ച് പോയാൽ പിന്നെ അതൊരു വല്ലാത്തൊരവസ്ഥയിൽ ഒരു മനുഷ്യനോട് ഏറ്റവും ചെയ്യുന്ന ഒരു ക്രൂരതല്ലേ. KMCC പരിപാടിയിൽ അതിഥിയായാണ് കുഞ്ഞബ്ദുള്ള എന്ന എഴുത്തുകാരൻ മസ്കത്തിലെത്തിയത്. ഇനി യാത്ര സൗദിയിലേക്കാണ്. 5 പുസ്തകങ്ങളാണ് എഴുതി തീർത്തത്. എഴുതാൻ കൈകൾ ഇനിയും വെമ്പുന്നുണ്ട്. എനിക്കൊരു വിദ്യാഭ്യാസമില്ല. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചെങ്കിൽ, പക്ഷെ എനിക്ക് നിർബന്ധം കുട്ടികളെ പഠിപ്പിക്കണം. എന്തായാലും ഭർത്താവിന് കച്ചവടമൊന്നും ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആവതില്ല. അപ്പം കുട്ടികളെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല. നമ്മൾ സാമ്പത്തികമായി എല്ലാവരും നല്ല നിലയിലായിരിക്കും, നമ്മളെപ്പാട് താണവും പിന്നെ നമ്മൾ മോശത്തിലേക്ക് പോകുന്നുള്ള ചിന്ത വന്നപ്പോൾ കുട്ടികളെങ്കിലും പഠിപ്പിക്കാന്നുള്ള ഒരു ലെവലിലെത്തിയപ്പം കുട്ടികളെ പഠിപ്പിച്ചെങ്ങനെയോ സ്ഥലം വിറ്റ്, സ്ഥലമില്ലെങ്കിലും കുട്ടികൾ പഠിച്ച്. അപ്പം ആൾക്കാരൊക്കെ ചോദിക്കാൻ, ഇവളെ ഭർത്താവ് അഞ്ചിക്കണ്ടേ കിടക്കുന്നു, കുറച്ച് ഭൂമിയുള്ള അതും വിറ്റ്, ഇവളെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. പക്ഷെ അൽഹംദുലില്ലാ അതെല്ലാം അന്ന് ചെയ്തതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ജോലിയായി. പഴയ പ്രവാസിയുടെ പുതിയ രൂപത്തിൽ നിരാശയല്ല കൂട്ടുകാർക്കുള്ളത്. ഒന്നിനും ആവില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് പ്രചോദനത്തിന്റെ തീയാവുന്ന ഒരു മനുഷ്യനെ അവർ മുന്നിൽ കാണുകയാണ്. ആ വാക്കുകളെ ഹൃദയം കൊണ്ട് വായിക്കുകയാണ്. അതുകൊണ്ടാവണം സദസ്സ് കരഞ്ഞുപോയത്. മീഡിയ 1.